നമസ്കാരം. ലക്ഷ്മണസാന്ത്വനം എന്ന പാഠഭാഗത്തിലെ MCQവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. CBSE ബോർഡ് എക്സാമിന് ചോദ്യങ്ങൾ വരുന്ന അതേ മാതൃകയിൽ തന്നെയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കവിതയിൽ നിന്നുള്ള വരികൾ കൊടുത്ത് അതിൽ നിന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന രീതിയാണ് ചോദ്യപേപ്പറിൽ കണ്ടുവരുന്നത്. ഒന്നാമത്തെ ചോദ്യം: വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ഈ വരികളിൽ സൗമിത്രേ എന്ന് സംബോധന ചെയ്യുന്നത് ആരെ? ഓപ്ഷൻസ്: രാമനെ, ലക്ഷ്മണനെ, സുമിത്രയെ. ശരി ഉത്തരം ലക്ഷ്മണനെ. ആരാണിങ്ങനെ സംബോധന ചെയ്യുന്നത്? പിതാവ്, രാമൻ, ഭരതൻ. ശരി ഉത്തരം രാമൻ. ഈ വരികൾ എഴുതിയ കവി ആര്? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുമാരനാശാൻ. ശരി ഉത്തരം എഴുത്തച്ഛൻ. ഏത് കൃതിയിലെ വരികളാണിത്? മഹാഭാരതം, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഭാരതം കിളിപ്പാട്ട്. ശരി ഉത്തരം അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അടുത്തത്: ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമമായുസ്സുമോർക്ക നീ. ഭോഗങ്ങൾ എന്തുപോലെയാണ്? ക്ഷണപ്രഭ, ഇടിശബ്ദം, ഇടിയും മിന്നലും. ക്ഷണപ്രഭ. ക്ഷണപ്രഭ എന്ന് പറഞ്ഞാൽ മിന്നൽ പിണർ. രണ്ടാമത്തെ ചോദ്യം: വേഗേന നഷ്ടമാകുന്നതെന്ത്? ആയുസ്, സുഖം, അഗ്നി. ശരി ഉത്തരം ആയുസ്. മൂന്നാമത്തെ ചോദ്യം: ക്ഷണപ്രഭാ ചഞ്ചലമായിട്ടുള്ളത് എന്ത്? ഓപ്ഷൻസ്: ഭോഗങ്ങൾ, സൗന്ദര്യം, ആയുസ്. ശരി ഉത്തരം ഭോഗങ്ങൾ. മിന്നൽ പിണർ പോലെ അസ്ഥിരമായിട്ടുള്ളത് എന്ത് എന്നാണ് ചോദ്യം. മിന്നൽ പിണർ ഒരു സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ അല്ലേ? അതുപോലെ അസ്ഥിരമായിട്ടുള്ളത് എന്താണ്? ഭോഗങ്ങൾ, സുഖസൗകര്യങ്ങൾ. നാലാമത്തെ ചോദ്യം: വത്സ എന്ന സംബോധനയിൽ തെളിയുന്ന ഭാവമെന്ത്? കരുതൽ, വെറുപ്പ്, വാത്സല്യം. ശരി ഉത്തരം വാത്സല്യം. വത്സ സൗമിത്ര എന്നാണ് കവിത തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ശ്രീരാമൻ ലക്ഷ്മണനെ സംബോധന ചെയ്യുന്നത് വത്സ, അദ്ദേഹത്തിൻ്റെ വാത്സല്യമാണ് അവിടെ പ്രകടമാകുന്നത്. അടുത്ത വരികൾ നോക്കാം. വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ഈ വരികളിൽ കവി ഉദ്ദേശിക്കുന്നതെന്ത്? ചുട്ടുപഴുത്ത ലോഹപാത്രം പോലെ ക്ഷണികമാണ് മനുഷ്യജന്മം. മർത്യജന്മം ലോഹപാത്രം പോലെ, ചുട്ടുപഴുത്ത ലോഹപാത്രത്തിൽ വീണ വെള്ളത്തുള്ളി പോലെ ക്ഷണികമാണ് മർത്യജന്മം. ആ വരികളുടെ അർത്ഥം: ചുട്ടുപഴുത്ത ലോഹപാത്രത്തിൽ വീണ വെള്ളത്തുള്ളി പോലെ ക്ഷണികമാണ് മർത്യജന്മം. ചുട്ടുപഴുത്ത ലോഹപാത്രത്തിൽ വെള്ളത്തുള്ളി വീണാൽ ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് ആ വെള്ളത്തുള്ളിയുടെ ആയുസുള്ളൂ. അതുപോലെ തന്നെയാണ് മർത്യജന്മവും എന്നാണ് കവി ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. എഴുത്തച്ഛൻ്റെ കൃതികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രസം ഏത്? നർമ്മം, ക്രോധം, ഭക്തി. ശരി ഉത്തരം ഭക്തിയാണ്. ഭക്തിയുടെ കവി എന്നുകൂടിയാണ് എഴുത്തച്ഛൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മലയാള ഭാഷയുടെ പിതാവാണ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ഈ വിശേഷണമെല്ലാം എഴുത്തച്ഛൻ്റേതാണ്. അടുത്ത ചോദ്യം: പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് മൗലികമായൊരു കാവ്യശൈലിക്ക് രൂപം നൽകിയ കവി ആരാണ്? ഓപ്ഷൻസ്: കുമാരനാശാൻ, വയലോപ്പിള്ളി, എഴുത്തച്ഛൻ. ശരി ഉത്തരം എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ ജീവിതകാലം 16-ാം നൂറ്റാണ്ടാണ് എന്നുള്ള കാര്യം കൂടി മറക്കരുത്. അടുത്ത വരികൾ നോക്കാം. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ചോദ്യം: ഈ വരികളിലൂടെ കവി നൽകുന്ന ആശയം എന്ത്? ഓപ്ഷൻസ് നോക്കാം. കാലം തവളയെപ്പോലെ ഭോഗങ്ങൾ തേടുന്നു. മനുഷ്യജീവിതം നശ്വരമാണ്. ജീവിതം ക്ഷണികമാണെന്നറിഞ്ഞിട്ടും മനുഷ്യൻ സുഖങ്ങൾക്ക് പിന്നാലെ പായുകയാണ്. ഇവിടെ ചക്ഷുശ്രവണൻ, ചക്ഷുസ്സുകൊണ്ട് ശ്രവിക്കുന്നവൻ, കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ ആരാണ്? പാമ്പ്. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകം ഭോഗങ്ങൾ, സുഖസൗകര്യങ്ങൾ തേടുന്നത്. അപ്പോൾ ആ വരികളിൽ ആശയം വരുന്നത് ഏതാണ്? രണ്ടാമത്തെ ചോദ്യം: ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. ഈ വരിയുടെ അർത്ഥമെന്ത്? ചക്ഷുശ്രവണൻ്റെ കഴുത്തായിരിക്കുന്ന ദർദുരം, പാമ്പിൻ്റെ വായിലകപ്പെട്ട ദർദുരം, ദർദുരം കഴിച്ച പാമ്പ്. ദർദുരം എന്ന് പറഞ്ഞാൽ തവള, ചക്ഷുശ്രവണൻ പാമ്പ്. അവിടെ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള. ശരി ഉത്തരം അതാണ്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. അടുത്ത ചോദ്യങ്ങൾ: സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. എന്നീ വരികളെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം: കളത്ര സുഖം എന്തിനു തുല്യമാണ്? സ്വപ്നത്തിന്, സന്തോഷത്തിന്, പുത്രന്. കളത്ര സുഖം ഭാര്യാസുഖം, കളത്രം ഭാര്യ. ശരി ഉത്തരം സ്വപ്നത്തിന്.
രണ്ടാമത്തെ ചോദ്യം, രാഗാതിസങ്കുലമായുള്ള സംസാരത്തെ എന്തിനു തുല്യമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്? ഓപ്ഷൻസ്: പാമ്പിന് തുല്യം, സ്വപ്നത്തിന് തുല്യം, ബ്രാഹ്മണന് തുല്യം. ശരി ഉത്തരം സ്വപ്നത്തിന് തുല്യം. അടുത്ത ചോദ്യം, എഴുത്തച്ഛൻ്റെ ഭാഷയുടെ പ്രത്യേകത എന്ത്? ഓപ്ഷൻസ് നോക്കാം. സംസ്കൃതത്തിന് പ്രാധാന്യമുള്ള മണിപ്രവാളം, ദ്രാവിഡ ഭാഷ, മലയാളത്തിന് പ്രാധാന്യമുള്ള മണിപ്രവാളം. ശരി ഉത്തരം ഏതാണ്? മലയാളത്തിന് പ്രാധാന്യമുള്ള മണിപ്രവാളം. അടുത്ത ചോദ്യം, അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഏത് കാണ്ഡമാണ് ലക്ഷ്മണ സാന്ത്വനം? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം. ശരി ഉത്തരം ഏതാണ്? അയോധ്യാകാന്ഡം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡമാണ് നമുക്ക് പഠിക്കാനുള്ള ലക്ഷ്മണ സാന്ത്വനം. അടുത്ത ചോദ്യം നോക്കാം. മോഹമാതാവാമവിദ്യയാകുന്നതും മോഹൈഹ ഹന്ത്രിയായതു വിദ്യകൾ, സംസാരകാരണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. ഇവിടെ ചോദ്യം നോക്കാം. മോഹമാതാവ് ആര്? മോഹത്തിൻ്റെ മാതാവ് ആര്? ഓപ്ഷൻസ്: വിദ്യ, അവിദ്യ, ജ്ഞാനം. അവിദ്യ. മോഹമുണ്ടാകുന്നത് അവിദ്യ മൂലമാണ്. അടുത്തത് മോഹൈഹ ഹന്ത്രി ആര്? മോഹത്തെ ഇല്ലാതെയാക്കുന്നത് ആര്? വിദ്യ, അവിദ്യ, മോഹം. ശരി ഉത്തരം വിദ്യ. അടുത്തത് സംസാരനാശിനി ആര്? കോപം, വിദ്യ, ശത്രു. ശരി ഉത്തരം വിദ്യ. നാലാമത്തെ ചോദ്യം, സംസാരകാരിണി ആര്? ഓപ്ഷൻസ്: ഭോഗങ്ങൾ, അവിദ്യ, അറിവ്. ശരി ഉത്തരം അവിദ്യ. അടുത്ത ചോദ്യം, മോക്ഷാർത്ഥി എന്താണ് ചെയ്യേണ്ടത്? മോക്ഷം ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? പണം നേടണം, ഏകാഗ്രമായി വിദ്യാഭ്യാസം നേടണം, മോഹം ഉപേക്ഷിക്കണം. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും എന്ന വരികളെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്. ശരി ഉത്തരം ഏകാഗ്രമായി വിദ്യാഭ്യാസം നേടണം. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യന് ശത്രുക്കളാകുന്നതെന്ത്? കാമക്രോധ ലോഭ മോഹാദികൾ, സ്വപ്നം, അവിദ്യ. അത് ഏത് വരികളെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്? തത്ര കാമക്രോധ ലോഭ മോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിക നീ എന്ന വരികളെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്. ശരി ഉത്തരം കാമക്രോധ ലോഭ മോഹാദികൾ. അടുത്ത ചോദ്യം, മുക്തിക്ക് വിഘ്നം വരുത്തുന്നതെന്ത്? ഭോഗങ്ങൾ, ക്രോധം, അവിദ്യ. ഏത് വരികളെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണത്? മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളെന്നതിൽ ക്രോധമറികിടോ. അവിടെ ശരി ഉത്തരം ഏതാണ്? ക്രോധം. ഇവിടെ പറയുന്നത് മോക്ഷം നേടുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ക്രോധമാണ് എന്നാണ്. നാലാമത്തെ ചോദ്യം, ബുധജനം ചെയ്യേണ്ടത് എന്ത്? വിദ്യ നേടണം, വാത്സല്യം നേടണം, ക്രോധം പരിത്യജിക്കണം. ശരി ഉത്തരം ക്രോധം പരിത്യജിക്കണം, ക്രോധം ഉപേക്ഷിക്കണം. ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തിലെ പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു പാഠഭാഗവുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.